Welcome back to my institution. Plustwo Integration exercise 7.3 starting. Question number 1. Integral sin square 2x plus 5. ഇങ്ങനെ സൈൻ സ്ക്വയർ അല്ലെങ്കിൽ കോസ് സ്ക്വയർ ആ ഒരു ഫോമിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. സൈൻ സ്ക്വയർ എ ആണെങ്കിൽ 1 മൈനസ് കോസ് 2a ഡിവൈഡഡ് ബൈ 2. ഇവിടെ കോസ് സ്ക്വയർഡ് ആണെങ്കിൽ 1 പ്ലസ് കോസ് 2a ബൈ 2. ഇൻ്റഗ്രൽ 1 മൈനസ് കോസ് 2 ഇൻറ്റു ദിസ് 4x പ്ലസ് 10 ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇവിടെ ആംഗിൾ ഡബിൾ ആകും. കോസ് 2a ഇവിടെ ആംഗിൾ എ ഇവിടെ 2a 4x പ്ലസ് 10 ഹോൾ ഡിവൈഡഡ് ബൈ 10. That is 1 by 2 into integral 1 x. Integral cos sin 4x plus 10 whole divided by 4. 4x ആണ് ഡെറിവേറ്റീവ് 4. ആ 4 ആണ് ഇവിടെ. വേണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത x by 2 മൈനസ് 1 by 8 sin 4x plus 10 plus c. Question number 3. ഞാൻ എക്സസൈസിലെ സെയിം ക്വസ്റ്റ്യൻ നമ്പർ ആണ് ഇടുന്നത് കേട്ടോ. ഇൻ്റഗ്രൽ കോസ് 2x കോസ് 4x കോസ് 6x. ഇവിടെ കോസ് x കോസ് y ഹാഫ് ഇൻറ്റു കോസ് x പ്ലസ് y പ്ലസ് കോസ് എക്സ് മൈനസ് വൈ. നമുക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യണം. ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 6 മൈനസ് 2 4 ഇത് രണ്ടും ഗ്രൂപ്പ് ചെയ്യാം. കോസ് 6x കോസ് 2x ഗ്രൂപ്പ് ചെയ്യാം. കോസ് 4x dx. നമ്മളിവിടെ ഹാഫ് ഇൻറ്റു ഏത് ഫോമായി കോസ് 6 കോസ് y കോസ് എക്സ് പ്ലസ് വൈ 6 പ്ലസ് 2 8x പ്ലസ് 6 മൈനസ് 2 കോസ് 4x ബ്രാക്കറ്റ് ഇടുക കോസ് 2x കോസ് 4x dx. നമ്മൾ ഈ ഫോർമുല ഒന്ന് നോട്ട് ചെയ്തോളാം. കോസ് എക്സ് കോസ് വൈ ആണെങ്കിൽ ഹാഫ് ഇൻറ്റു കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് രണ്ട് കോസ് ആയിരിക്കും. ഹാഫ് ഇൻറ്റു again bracket open cos 8x cos 4x plus cos squared 4x. Again of the form cos x cos y. വീണ്ടും അതേ ഫോം തന്നെ നമ്മളിവിടെ ഒരു ഹാഫ് കൊടുക്കുക. കോസ് 8 പ്ലസ് 4 12 കോസ് 8 മൈനസ് 4 പ്ലസ് കോസ് സ്ക്വയർഡ് 4x. ഫസ്റ്റ് ക്വസ്റ്റിനെ പറഞ്ഞല്ലോ കോസ് സ്ക്വയർഡ് എക്സ് ആണ് എന്താ 1 മൈനസ് കോസ് 2x ഡിവൈഡഡ് 1 പ്ലസ് കോസ് 2x ബൈ 2 1 പ്ലസ് കോസ് 4 ഡബിൾ 8 ഹോൾ ഡിവൈഡഡ് ബൈ 2. വീണ്ടും ഒരു 1/2 ഓൾസർ എടുക്കാം. cos 12x cos 4x plus 1 plus cos 8x dx. That is 1 by 4 into integral cos 12 sin 12x divided by 12 sin 4x divided by 4. One integrating x cos 8x sin 8x by 8 plus bracket close plus c. Question number 4. Sin cube 2x plus 1
ഇവിടെ നമ്മൾ സൈൻ ക്യൂബ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 sin x minus sin 3x whole divided by 4. ഇതിലൂടെ കോസ് ക്യൂബ് ആണെങ്കിൽ 3 cos x പ്ലസ് കോസ് 3x by 4. സൈൻ 3 സൈൻ, അത് നമ്മൾ ഈ ആംഗിൾ അതേപോലെ എഴുതുക, മൈനസ് സൈൻ 3 ടൈംസ് 6x plus 3 whole divided by 4. 1/4 outside എടുക്കാം. 3 into integral സൈൻ നമുക്കറിയാം മൈനസ് കോസ് 2x plus 1 divided by derivative of 2x 2 minus again minus plus 6x plus 3 whole divided by 6 bracket close plus. Bracket open, we get minus 3 by 8 cos of 2x plus 1 plus 1 by 24 cos 6x plus 3 plus c. Question number 5. Sin cube x cos cube x. ഇവിടെ നമുക്ക് രണ്ട് ഓടാണ്, ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു കോസ് ക്യൂബ് എക്സ്. അതുപോലെ ഇപ്പോൾ ഇവിടെ സൈൻ ക്യൂബ് എക്സ് അതുപോലെ എഴുതുകയാണെങ്കിൽ കോസ് സ്ക്വയർഡ് എക്സ് ഇൻറ്റു കോസ് എക്സ് നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് കോസ് ക്യൂബ് എക്സ് സൈൻ എക്സ്. Put cos x is equal to t minus sin x dx is equal to t. Derivative of cos x minus sin x. Integral becomes 1 minus t square into t cube. ഒരു മൈനസ് ഇവിടെ കൊടുക്കാം, dt. മൈനസ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, മൈനസ് ടി ക്യൂബ് ഇൻറ്റു മൈനസ് ടി സ്ക്വയർ ടി റൈസ് ടു 5 minus t cube dt. ഇതേത് ഫോമായി? എക്സ് റൈസ് ടു n ഫോം. t റൈസ് ടു 6 ഡിവൈഡഡ് ബൈ 6 t റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് c. അവിടെ എന്താണ് t ആയിട്ട് കൊടുത്തത്? cos x. cos റൈസ് ടു 6x ബൈ 6 cos റൈസ് ടു 4x ബൈ 4 പ്ലസ് c. നമ്മൾ സൈൻ എക്സിനായിരുന്നു ടി കൊടുത്തെങ്കിൽ ആൻസർ സൈൻ എക്സ് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇന്റഗ്രൽ കോസ് റൈസ് ടു 4 2x കോസ് സ്ക്വയർഡ് 2x ദ ഹോൾ സ്ക്വയർ. കോസ് സ്ക്വയർ 2xനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് കോസ് 4x ഡിവൈഡഡ് ബൈ 2. Cos square a becomes 1 plus cos 2a whole divided by 2. The whole square. രണ്ടിന് സ്ക്വയർ എടുക്കുമ്പോൾ 1/4 ഔട്ട്സൈഡ് വരും. a plus b the whole square വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. ax square plus 2ab plus b square 1/4 into 1 plus 2 cos 4x plus into the form cos squared a 1 plus cos 2a, that is 1 plus cos 8x divided by 2. ഇവിടെ സെപ്പറേറ്റ് ഡിവൈഡ് ബൈ 1/2 വരും, 1 നമുക്ക് ആഡ് ചെയ്ത് 3/2 എന്ന് എഴുതാം. One by 4 into 3/2 plus 2 cos 4x plus 1/2 cos 8x dx. 1/4 into within the bracket 3/2x
2 into sin 4x by 4. Half into sin 8x by 8 plus c. Order 3 by 8x plus 2 4 cancel 1 by 2 into 1 by 4. Here 1 by 16 into 4. 1 by 64 sin 8x plus c. Next question number 14. Cos x minus sin x by 1 plus sin 2x. Sin 2x ന്റെ ഫോർമുല എന്താ? 2 sin x cos x. നമുക്ക് 1 നെ എങ്ങനെ എഴുതാം? sin squared x plus cos squared x. Cos x minus sin x whole divided by sin square x plus cos square x 2 sin x cos x dx. Denominator is of the form. ഏത് ഫോമിലോട്ട് മാറി? a square plus b square plus 2ab form. Sin x plus cos x the whole square. Cos x minus sin x dx. നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? sin x plus cos x derivative sin x cos x minus sin x dx is equal to dt. Integral മൊത്തം dt ആയിട്ട് മാറി 1 by t square dt. 1 by t ആണ് നമുക്ക് എന്ത് എഴുതാം? log mod t. t raised to minus 2. t raised to minus 1 by minus 1 plus c. Minus 1 by t plus c. നമുക്ക് എന്ത് കൊടുക്കണം? sin x plus cos x plus c. Question number 18. cos 2x നമുക്കറിയാം 4 ഫോർമുലയുണ്ട് അല്ലേ? കോസിൽ സൈനിലും ഉള്ളതുകൊണ്ട്, കോസിൽ മാത്രം സൈനിൽ മാത്രം ഉള്ളതുകൊണ്ട്, ടാനിലുണ്ട്. ഇവിടെ സൈൻ സ്ക്വയർഡ് എക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് cos 2xന് ഏത് ഫോർമുല എടുക്കാം? 1 minus 2 sin square x. ഇനി അത് നിങ്ങൾ മറന്നുപോയെങ്കിൽ cos 2xന് മറ്റേ ഫോർമുല എഴുതിയാലും കിട്ടും. cos squared x minus sin squared x എഴുതി സിംപ്ലിഫൈ ചെയ്താൽ ഇതിന് കിട്ടും. ഇതാകുമ്പോൾ പെട്ടെന്ന് ക്യാൻസൽ ആവും. 1 by cos square c square. c square integrate ചെയ്യുമ്പോൾ tan x. Question number 19. One by sin x cos cube x. Sin x by cos x. നമുക്കിവിടെ ഒരു cos x ഡിവൈഡ് ചെയ്യാം. അത് നമുക്കിവിടെ ഇൻറ്റു ചെയ്യാം. cos raised to 4. 1 by tan. cos raised to 4 ന്യൂമറേറ്ററിൽ പോകുമ്പോൾ എന്താവും? sec raised to 4. നമുക്കിതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. c square x ഇൻറ്റു c square x whole divided by tan x. Tan x is equal to numerator. നമുക്ക് 1 c squared x ഇങ്ങനെ എഴുതാം. 1 plus tan square x whole divided by tan x.
ഇനി നമുക്ക് ഏത് ടി ആയിട്ട് എടുക്കാം? അപ്പോൾ tan x is equal to t. c squared x dx is equal to dt. Integral becomes 1 plus t square by t dt. Denominator single term ആണെങ്കിൽ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. 1 by t plus t dt. 1 by t integrate ചെയ്യുമ്പോൾ log mod t square by 2 plus c. t ക്ക് എന്ത് കൊടുക്കാം? replace t by tan x. half into tan square x plus c. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യിപ്പിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് ഇടയ്ക്ക് എക്സാമിനൊക്കെ വരുമ്പോൾ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 20. cos 2x cos x plus sin x the whole square. cos 2x നമുക്ക് എങ്ങനെ എഴുതാം? cos squared x minus sin square x. cos x plus sin x the whole square. This is of the form a square minus b square. a plus b into a minus b. Our form. Whole divided by cos x plus sin x the whole square. 1 cos x plus sin x cancel. Okay, denominator derivative ആണ് cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x. sin x ന്റെ ഡെറിവേറ്റീവ് cos x. നമുക്ക് എന്ത് എഴുതാം? log mod ഡിനോമിനേറ്റർ. cos x plus sin x t ആയിട്ട് കൊടുക്കുമ്പോൾ cos x minus sin x dx dt ആയിട്ട് മാറും. therefore integral becomes log mod cos x plus sin x plus c. (22) 1 by cos x minus a cos x minus b. ഈ ഒരു ക്വസ്റ്റിനൊക്കെ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഈ ക്വസ്റ്റിനൊക്കെ ബുക്കിൽ വന്നിട്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ ഇതിലാണ് ചെയ്യുന്നത്. ഇവിടെ 1 by sin a minus b. sin a minus b നമ്മൾ 1 2 3 അതേപോലെ എഴുതുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടേ ഉള്ളൂ, കാരണം ടെക്സ് ഇല്ലല്ലോ. ഇവിടെ നമ്മൾ sin x minus b മൈനസ് sin x minus a. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സും എക്സും ക്യാൻസൽ ആവും. മൈനസ് ബി പ്ലസ് എ sin a മൈനസ് ബി ക്യാൻസൽ ആവും. cos x minus a cos x minus b. 1 by sin a minus b. ഇത് ഏത് ഫോമായി? sin a minus b അല്ലെങ്കിൽ sin x minus y. sin x cos y minus cos x sin y. sin x minus b cos x minus a minus cos x minus b sin x minus a whole divided by cos x minus a cos x minus b. നമുക്ക് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. 1 by sin a minus b ഒരു ഇൻ്റഗ്രൽ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ cos x minus a ക്യാൻസൽ ആവും. sin by cos tan. ഇവിടെ cos x minus b പോവും. സോറി cos x minus b പോവും. നമുക്ക് എന്ത് കിട്ടും? tan x minus a. integral tan x എന്താ? log mod sec x. (1 by sin a minus b into 1 integral tan log mod
sec x minus b minus log mod sec x minus a plus c. Log a minus log b. നമുക്ക് ഏത് ഫോമിൽ എഴുതാം? log a by b 1 by sin a minus b into log mod sec x minus b divided by sec x minus a plus c. ഇവിടെ നമുക്ക് കോസിൽ തന്നെ ആൻസർ എഴുതുന്നു. ഇത് ന്യൂമറേറ്റർ എഴുതാം, ഇത് ഡിനോമിനേറ്റർ എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആൻസർ എഴുതിയായിരുന്നു. ലോഗ് സിക്ക് ന്യൂമറേറ്റർ പോകുമ്പോൾ കോസ് എക്സ് മൈനസ് എ കോസ് എക്സ് മൈനസ് ബി പ്ലസ് സി. ഇന്റഗ്രൽ ക്വസ്റ്റ്യൻ നമ്പർ 24 MCQ. ഇത് MCQ ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. കോസ് സ്ക്വയർ എക്സ് ഇ റൈസ് ടു എക്സ് ഡി എക്സ്. നമുക്കിവിടെ എക്സ് ഇ റൈസ് ടു എക്സിന് ടി ആയിട്ട് കൊടുക്കും. പ്രോഡക്റ്റ് റൂൾ വേണം അല്ലേ? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. ഇവിടെ ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് ഡി എക്സ് എന്തായിട്ട് മാറും? 1 ഡി ടി ആയിട്ട് മാറും. 1 ബൈ കോസ് സ്ക്വയർ ടി സി സ്ക്വയർ ടി ഡി ടി. സി സ്ക്വയർ ടി ഇൻ്റഗ്രേറ്റ് ചെയ്ത ടാൻ ടി എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് സി. നെക്സ്റ്റ് എക്സസൈസ് നെക്സ്റ്റ് വീഡിയോയിൽ. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും താങ്ക്സ്.